ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഡേറ്റ്സ് ആർട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇപ്പോൾ വാവക്കയല്ലേ, വാവിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ വാവ് ബലിക്ക് ബലിയിടുന്ന കർമ്മങ്ങളൊക്കെ ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. കണ്ടിട്ട് വരാം. ഇതാണ് ബലിക്കടവ് കേട്ടോ. ഇവിടെ ബലിയിടുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരശുരാമൻ്റെ ഫോട്ടോയും പിന്നെ ഇവിടെ ഇരുന്ന് ബലിയിടുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ബലിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ബലിച്ചോറ്, പിന്നെ ബലിപ്പൂവ്, തുളസി, വാഴയില ഇതെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഈ ബലികർമ്മങ്ങൾക്കുള്ള മേൽനോട്ടമൊക്കെ വഹിക്കുന്നത്, അജേന്ദ്രൻ നായർ. ശനിയാഴ്ച രാവിലെ 4-4:30 ഇവിടെ ബലി ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തെറ്റിപ്പൂവ്, തുളസിയില, ബലിപ്പൂവ് അതായത് ചെറുള ഇതൊക്കെയാണ് ബലികർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ദർഭപ്പുല്ലിൽ ചെയ്തെടുക്കുന്ന പവിത്രം, കൂർച്ചം എന്നിവയെല്ലാം ബലിതർപ്പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബലിച്ചോറ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ബലിച്ചോറ് മിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ചോറ്, നെയ്യ്, എള്ള്, പഴം ഇവയെല്ലാം കൂടി ചേർന്നൊരു മിക്സാണ് ബലിച്ചോറായിട്ട് ഉപയോഗിക്കുന്നത്. 2 തുമ്പില, കിണ്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് കൃത്യമായിട്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിവിടെ കണ്ടതാണ് ഞാനിവിടെ പറയുന്നത്. എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ള കാര്യമൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല. ഏകദേശം 500ഓളം ആൾക്കാർ ഇവിടെ ബലിയിടാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മന്ത്രങ്ങൾ ഏകദേശം അരമണിക്കൂർ കൂടുതൽ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബലികർമ്മങ്ങൾ തീരുന്നതിന് വേണ്ടിയിട്ട്. ഒരുപാട് മന്ത്രങ്ങളൊക്കെ പറഞ്ഞാണ് ഇവിടുത്തെ ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു തോടുണ്ട്. ഈ തോട്ടിലാണ് ഈ ബലിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെയാണ് വന്ന് മുങ്ങിക്കുളിക്കുന്നത്. അപ്പോൾ അവിടെ മുങ്ങിക്കുളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ബലി കഴിഞ്ഞ് എല്ലാവരും മുങ്ങിക്കുളിച്ച ശേഷം പരശുരാമൻ്റെ അടുത്ത് വന്ന് കുങ്കുമവും ചന്ദനവും ഒക്കെ തൊട്ട് ഭഗവാനെ തൊഴുത ശേഷമാണ് മടങ്ങുന്നത്. ബലിയിടുന്നത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഈ ബലിയിടുക എന്ന് പറയുന്നത് നമുക്ക് അച്ഛനും അമ്മയും മരിച്ചുപോയവർക്ക് മാത്രമാണ് ബലിയിടുന്നത് എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ധാരണ. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ കാരണം ഒരു ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് തന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ എത്രയോ ഉറുമ്പുകളെ ചവിട്ടിക്കൊല്ലാറുണ്ട്. നമ്മൾക്ക് വേണ്ടി ആഹാരമാകുന്ന ജീവികൾ. ഇവരുടെയൊക്കെ ഒരു ശാപം കിട്ടാതിരിക്കുന്നതിനും അതുപോലെ അറിഞ്ഞോ അറിയാതെയോ നമുക്കുണ്ടാകുന്ന പിതൃദോഷങ്ങൾ ഇതെല്ലാം മാറിക്കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും ബലികർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. പിതൃക്കളുടെ ഒരു ദിവസം നമ്മുടെ ഒരു വർഷമാണ് എന്നാണ് പറയപ്പെടുന്നത്.
ഇവിടെ ബലിയിടാൻ നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം രാവിലെ ഒരു 4, 4:30 മണിയോടുകൂടി തുടങ്ങിയതാണ്. അപ്പോൾ ഏകദേശം 8, 8:30 മണി, 9 മണി അടുപ്പിച്ചായി ഇവിടുത്തെ ബലികർമ്മങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ.